ഒത്തിരി സിനിമകളിൽ ഉണ്ണിയേട്ടൻ വരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു സിനിമയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നോക്കിയായിരുന്നു. കഥാനായകൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ആ ഒഴിവാക്കാൻ നോക്കിയിട്ട് ഞാനും തിരക്കഥാകൃത്തുക്കളും ഇങ്ങനെ ചർച്ച ആരംഭിച്ചപ്പോൾ ജയറാമിൻ്റെ ക്യാരക്ടർ കിട്ടി, പയ്യാരത്ത് പത്മനാഭൻ നായർ എന്ന് പറയുന്ന ആ കഥാപാത്രം കിട്ടി. പക്ഷേ ഈ ശങ്കുണ്ണി എന്ന് പറയുന്ന കാര്യസ്ഥൻ്റെ കഥാപാത്രം അങ്ങോട്ട് കൊള്ളാവുന്നുമില്ല, ഡയലോഗും വരുന്നില്ല, സീക്വൻസും വരുന്നില്ല. വല്ലാത്തൊരു ഘട്ടത്തിലായി. അപ്പോൾ ഈ രാജൻ കിഴക്കനയിലെയും മണീഷട്ടനും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എഴുത്തുകാർ. അപ്പോൾ അതിൽ മണിസാറ് ചോദിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഒടുവിലിനെ തന്നെ വച്ചുകൂടാ? ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ വാഗോണ്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ ഉണ്ണിയേട്ടനെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചിട്ട് ഒരു സീക്വൻസും വർക്കൗട്ട് ആവുന്നില്ല. കാരണം ആ സിനിമയിൽ വളരെ ഈ കുറെ സത്യങ്ങൾ അറിയാവുന്ന ഒരാളും കൂടെ, അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. നർമ്മ മാത്രമല്ല, കഥാപരമായി വലിയ പ്രാധാന്യമുള്ള വേഷമാണ്. ശരിക്കും പറഞ്ഞാൽ പല സീക്വൻസിലും ഈ കലാമണ്ഡലം കേശവനെക്കാളും ജയറാമക്കാലും ഒക്കെ സ്കോർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു മുഖത്തുനിന്നും ഈ ശങ്കുണ്ണിയെ നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അവസാനം തീരുമാനിച്ചു, ആ ശങ്കുണ്ണി ഉണ്ണിയേട്ടൻ തന്നെയാണ്.